നമസ്കാരം. രാഷ്ട്രീയ വിശകലനമൊക്കെ ഇവിടെ വളരെ ഗംഭീരമായിട്ട് ശംഖുവും മറ്റ് സംഘാംഗങ്ങളുമെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് ഒരു പരിഗണന അർഹിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിനൊരു സംസ്ഥാനം വിട്ടുള്ള ബാഹ്യ ഇടപെടൽ ആവശ്യമാണെങ്കിൽ, അതും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിലേക്കൊരു തീരുമാനമാകണം നിങ്ങളുടെ ഓരോ വോട്ടും എന്നാണ് എനിക്ക് ആദ്യം അപേക്ഷിക്കാനുള്ളത്. വ്യക്തമായിട്ടും ഇത് രാഷ്ട്ര സേവനത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന ഒരു കേന്ദ്ര ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് ഭാരതം കഴിഞ്ഞ 9.25 വർഷത്തിനിടയ്ക്ക് ഒരു 7 വർഷക്കാലമെങ്കിലും ആ നൈപുണ്യത്തിൻ്റെ മികവ് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൊട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെയുള്ള, ഇവിടെ ശംഖു പറഞ്ഞിട്ടുണ്ടാവും, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് ഇടത്തട്ട് തുടങ്ങി ഏറ്റവും അനുഗ്രഹമായി മാറിയിരിക്കുന്നത് അടിസ്ഥാന വർഗത്തിനാണ്. നമുക്കറിയാം, ഇവിടെ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയൊക്കെ ഓരോരുത്തർ ഓടി നടക്കുകയാണ് അല്ലേ. അവിടെ പോലും സമ്പന്ന വർഗത്തെ ഒരുപക്ഷെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചൂഷണത്തിന് ഉപയോഗിച്ച് അതാണ് സാധ്യമാകുന്നത്. പക്ഷേ ഒരു രാഷ്ട്ര ഭരണം ആ വ്യഥ കണ്ടെത്തി അതിന് പൗരന്മാരെ അവരടയ്ക്കുന്ന ചുങ്കത്തിന് മേൽ അവർക്കൊരു ടാക്സിങ് പാടില്ല എന്നുള്ളതും കൂടി അവരുടെ വിഷനിൽ കൊണ്ടുവന്ന് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംവിധാനം, ആരോഗ്യ പരിരക്ഷാ പ്ലാൻ എന്ന് തന്നെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന മനോഭാവമാണ് വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മനസ്സിലാക്കലിലേക്ക് അത് എത്തിക്കാനും അതും തടയപ്പെട്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്ന് പറയുന്ന ഒരു ബാൻഡ് വാഗൺ കേരളത്തിലെത്തിയപ്പോൾ കളക്ടർമാർക്ക് കൊടുത്തത് നിർദ്ദേശം, നമ്മൾ അതിനെ അത്ര പോഷിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? അത് BJP നയിക്കുന്ന അല്ലെങ്കിൽ NDA നയിക്കുന്ന ഒരു ഭരണത്തിൻ്റെ നേട്ടമാണ് എന്ന് കേരളീയർ മനസ്സിലാക്കിക്കൂടാ. മനസ്സിലാക്കിയാൽ വലിയ അപകടമുണ്ട്. അവരുടെ ഈ ഫാഷിസവും പ്രസംഗവും ഒന്നും വില പോകില്ല. അതിനെല്ലാം മീറുന്നത് ജനജീവിതത്തിലേക്ക് സംഭാവന ഭരണ നൈപുണ്യം കൊണ്ട് എന്ത് സംഭവ്യമാകുന്നു. ഈ വിലയിരുത്തൽ മാത്രമാണ് ഇലക്ഷനിൽ നമ്മൾ എടുക്കേണ്ടത്. ബാക്കിയെല്ലാം അവരുടെ ചടുലമായ കുതന്ത്രങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വോട്ടിംഗ് തീരുമാനത്തെ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള അവരുടെ വിഫല ശ്രമമായിരിക്കും ഇത്തവണ ഉണ്ടാവുന്നത്. ഇക്കാലം അത്രയും അത് വർക്കൗട്ടായിട്ടുണ്ടാവും, ഇനി അത് വർക്കൗട്ടാവാൻ പോകുന്നു. അവരാ വിഷയങ്ങളൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണെങ്കിൽ മതപ്രീണനം വെച്ചവസാനിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ട് ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവട്ടെ ആദ്യം അവർ തന്നെയാണ് മതം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഭാരത് മാതാ കി ജയ് ഒരു മുസൽമാനാണ് എഴുതിയതെന്ന്. അതുകൊണ്ടെന്താ ഞങ്ങൾ മുസൽമാന്മാർക്ക് വല്ല തൊട്ടും തീണ്ടാനും പാടില്ല എന്ന് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? അത് അവർ കൽപ്പിച്ചിട്ടുണ്ടോ? ആ കൽപ്പന ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അത് മുഖ്യമന്ത്രിയല്ല ആരായാലും അതിന് തുനിയണ്ട. ഞങ്ങൾക്കത് അഭിമാനമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കതിൽ അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അളിഞ്ഞ മുദ്രാവാക്യം മാറ്റിവെച്ചിട്ട് ഭാരത് മാതാ കി ജയ്, മുസൽമാൻ എഴുതിയ ഭാരത് മാതാ കി ജയ് വിളിച്ചോളൂ. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേർന്ന് വിളിക്കും. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രം മാത്രമേ നോട്ടമുള്ളൂ, രാഷ്ട്രത്തിൻ്റെ മക്കളെ മാത്രമേ നോട്ടമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് യഥാർത്ഥ തൃശ്ശൂർ വോട്ടർമാരുടെ ഒരു ഫോക്കസിലേക്ക് വരേണ്ട വിഷയങ്ങൾ, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ നിന്ന് പാർലമെൻറ്റിൽ ശബ്ദമാവുകയും കരങ്ങളാവുകയും ഹൃദയം ആവുകയും ചെയ്യേണ്ട വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ തീരുമാനത്തെ ഉടയ്ക്കുക എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് മറ്റ് ഒരാരോപണങ്ങളും ഉന്നയിക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റ് ബാഹ്യമായ
ഇതിനെ സംബന്ധിക്കാത്ത ഇലക്ഷനെ സംബന്ധിക്കാത്ത ആരോപണങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ ഇത്രയും കാലം മാറി മാറി പാച്ചുവും കോവാലിനും നേടിയെടുത്ത സ്ഥാനം കൊണ്ട് ഈ തൃശ്ശൂർ മണ്ഡലത്തിന് എന്തൊക്കെ സംഭവ്യമാക്കി. ആക്കിയില്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കൂ. ഞങ്ങൾ ഇനി മാറി മാറി വോട്ട് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ മാറ്റി വോട്ട് ചെയ്യും, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഈ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിലെ അഹിത രാഷ്ട്രീയം അതൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ നിശ്ചയത്തിലൂടെ ഒടുങ്ങേണ്ടി വരും. ആ നിശ്ചയത്തിന് വേണ്ടി നിങ്ങൾ 26-ാം തീയതി നല്ലതുപോലെ ശുദ്ധ ചിന്താഗതിയോടെ രാഷ്ട്രത്തെ മാത്രം മുന്നിൽ കണ്ട് നിങ്ങളുടെ ഭാവി തലമുറകൾക്ക് അവകാശപ്പെട്ടതാണ് ഈ മണ്ണ്. അതിന് മതവും മറ്റു ഒരു ഘടകങ്ങളും തടസ്സമായിക്കൂടാ, മതിൽക്കെട്ടായിക്കൂടാ, വേലിക്കെട്ടായിക്കൂടാ, ഒരു ചെറിയ ഒരു കൈവരി പോലും ആയിക്കൂടാ, ഒരു വിക്കറ്റ് ഗേറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് നിശ്ചയിച്ചാൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന സർക്കാർ ആരാണോ ആ സർക്കാരിലേക്ക് ചെന്ന് ചേരുന്ന, ആ സർക്കാർ വഴി നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് വഴിതെളിക്കുന്ന പ്രാപ്തിയുള്ള ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കൂ. ഞാൻ അഭ്യർത്ഥിക്കും, ഞാൻ അതിന് തയ്യാറാണ്. എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ, അഭിമാനമാകുന്ന ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. നിങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ട് ഇത്തവണ തൃശ്ശൂരിന് വേണ്ടിയായിരിക്കണം. തൃശ്ശൂരിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന MP തൃശ്ശൂരിൽ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടി മുഴുവൻ വർത്തിക്കുന്ന MP ആയിരിക്കും ഞാൻ. അങ്ങനെ വന്നാൽ ഇത് കേരളമെന്ന വിജയത്തിലേക്ക് നയിക്കുന്ന തൃശ്ശൂർക്കാരൻ്റെ തീരുമാനമാകും എന്ന് പറയുന്ന ഖ്യാതി നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. 5 വർഷം കൊണ്ട് തന്നെ അതെനിക്ക് തെളിയിക്കാൻ സാധിക്കൂ. ആദ്യത്തെ വർഷം കഴിയുമ്പോഴേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങരുത്. കാരണം ചോദിക്കുന്നവർക്കൊന്നും അതിനുള്ള ഒരു യോഗ്യതയുമില്ല. 5 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, എനിക്കറിയാം ഡേറ്റ്, എങ്കിലും ഞാനത് പ്രഖ്യാപിക്കാൻ പാടില്ല. എൻ്റെ മനസ്സിലുള്ള തൃശ്ശൂരിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം ആ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കും. അതിൽ സാധ്യമാകുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. വാഗ്ദാനങ്ങൾ തരാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയും. ആ പറയുന്ന കാര്യങ്ങൾ നടത്തിയിരിക്കും. എൻ്റെ നേതാവിൻ്റെ ട്രൈറ്റും അതുതന്നെയാണ്. ആ നേതാവ് നിങ്ങളോട് വരും ദിവസങ്ങളിൽ ഇവിടെ വന്ന് നിങ്ങളോടത് പറയും, എൻഡോസ് ചെയ്യും. അതാണ് എനിക്ക് തൃശ്ശൂരിനും കേരളത്തിനും നൽകാനുള്ള ഗ്യാരണ്ടി, ഉറപ്പ്. എല്ലാവരും മനസ്സറിഞ്ഞ് ഹൃദയം പറയുന്നിടത്ത് നിങ്ങളുടെ മുദ്ര ചാർത്തണേ എന്ന് മാത്രം. ആ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഉറപ്പായിട്ടും വിജയം നമുക്കുള്ളത് തന്നെയായിരിക്കും. ജയിക്കുന്നത് തൃശ്ശൂർക്കാരായിരിക്കും. നന്ദി, നമസ്കാരം.